ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഗൂണ്ടാ നേതാവിന്റെ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് 8 ഗുണ്ടകൾ പിടിയിൽ. കാപ്പ ചുമത്തി നാട് കടത്തപ്പെട്ട ഗൂണ്ടാ നേതാവിന്റെ വീട്ടിൽ പിറന്നാൾ ആഘോഷത്തിനെത്തിയ ഗുണ്ടകളാണ് പോലീസിന്റെ പിടിയിലായത്. ചേരാനല്ലൂർ സ്വദേശി രാധാകൃഷ്ണൻ എന്ന ഗുണ്ടാ നേതാവാണ് പിറന്നാൾ ആഘോഷം നടത്തിയത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, ഗുണ്ടകൾ വീണ്ടും ഇങ്ങനെ കേരളത്തിൽ വിലസി നടക്കുന്ന ഒരു സാഹചര്യം, ഒരു കാപ്പ കേസിൽ നാട് കടത്തിയ ഒരു പ്രതി തന്നെ പിറന്നാൾ ആഘോഷവുമായി ഒത്തുചേരുന്നു ഗുണ്ടകളുമായി. രുചിഷെ, അതങ്ങനെ തന്നെയാണ്. കാരണം 8 ഗുണ്ടകളാണ് ഒരു ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇയാൾ ചേരാനല്ലൂർ സ്വദേശിയാണ്. രാധാകൃഷ്ണൻ എന്നാണ് പേര്. ഇയാൾ കാപ്പ ചുമത്തി ഈ നാട് കടത്തപ്പെട്ട ആളാണ്. ഇയാളായിരുന്നു ഇന്ന് ചേരാനല്ലൂരിലെ വീട്ടിൽ, വാടക വീട്ടിൽ ഇത്തരത്തിലുള്ള ഒരു പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത്. നേരത്തെ ഇത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ പോലീസ് അനുമതി നൽകിയിരുന്നില്ല. ഇതേ തുടർന്നായിരുന്നു ഇയാള് വീട്ടിൽ വെച്ച് ഇത്തരത്തിൽ പിറന്നാൾ ആഘോഷം നടത്തിയത്. പോലീസിന് മനസ്സിലായത് ഇതൊരു ഗുണ്ടാ സംഘങ്ങളുടെ ഒത്തുചേരലാണ് എന്നുള്ള ഒരു കാര്യം പോലീസിന് മനസ്സിലായി. ഇതോടുകൂടി പോലീസ് നടത്തിയ പരിശോധനയിലാണ് ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള 8 മറ്റു ഗുണ്ടകൾ കൂടി പിടിയിലാവുന്നത്. ചാവക്കാട് സ്വദേശിയായിട്ടുള്ള അനസ്, ഒപ്പം തന്നെ ആലുവ സ്വദേശിയായിട്ടുള്ള അർഷാദ്, ഹരിപ്പാട് സ്വദേശിയായിട്ടുള്ള സൂരജ്, കൂടാതെ ഹരിപ്പാട് തന്നെയുള്ള യദുകൃഷ്ണൻ, വടതല സ്വദേശിയായിട്ടുള്ള ഷെറിൻ സേവ്യർ, ഒപ്പം തന്നെ മറ്റ് സുധാകരൻ, ആലത്തൂർ ഷംനാസ് തുടങ്ങിയ ആളുകളൊക്കെയാണ് പിടിയിലായത്. ഇവരെല്ലാവരും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഗുണ്ടയെ കാപ്പ ചുമത്തി പോലീസ് നാട് കടത്തിയിരുന്ന ഒരാൾ കൂടിയാണ്. ശരി സഹിൻ.